പാഠം 691. അഭിനയത്തിന്റെ ചില പാഠങ്ങൾ. അയ്യോ, എന്താണ് ഒരുപാട് കാശുണ്ടല്ലോ, എന്താ പരിപാടി? ശമ്പളം, അഡ്വാൻസ്, ഉത്സവബദ്ധ ഇതൊക്കെ കിട്ടിയല്ലേ? ഇന്ന് സഹകരണ ബാങ്കിൽ 25,000 രൂപ ഇടാമെന്ന് ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25. കഴിഞ്ഞ 3 മാസമായിട്ട് ഒറ്റ പൈസ ഇടുന്നില്ലായിരുന്നു. ഇത്തവണയെങ്കിലും കാശ് ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ സെക്രട്ടറി എന്ന് വിചാരിക്കും. മോഹനേട്ടൻ ഈ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് ബാങ്കുകാർക്ക് എന്തോ കാശ് കൊടുക്കാനുണ്ടെന്ന് തോന്നുമല്ലോ. ഇത് ഡെപ്പോസിറ്റ് അല്ലേ മോഹനേട്ടാ? പൈസ ഉള്ളപ്പോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യാൻ കാശില്ലാത്തപ്പോ നമ്മളത് ചെയ്യില്ല. അതിലെന്താണ് ഇത്ര നാണക്കേട് തോന്നുന്നത്? ഭാമേ, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നീ ഒരു വക്കീലും. ഓ, നമുക്ക് രണ്ടുപേർക്കും തരക്കേടില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പൈസ ബാങ്കിൽ ഇടാതിരുന്നാൽ ആളുകൾ എന്താ വിചാരിക്കുക? കിട്ടുന്ന പൈസ മുഴുവൻ നമ്മൾ ധൂർത്തടിച്ച് കളയാണെന്ന്. ശരിയല്ലേ? ശരിയല്ല. എന്റെ മോഹനേട്ടാ, നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. നമ്മുടെ പൈസ നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മൾ ചെലവാക്കും. അതിന് നാട്ടുകാർക്ക് എന്താണ്? ഭാമേ, എന്താ? ഞാൻ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. നമ്മുടെ നാട്ടിലെ പല കുടുംബങ്ങളിലെയും അച്ഛനമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ മോഹനൻ സാറിനെ കണ്ടുപഠിക്ക്, മോഹനൻ സാറിനെ കണ്ടുപഠിക്ക് എന്നാണ്. എന്റെ സത്യസന്ധത, എന്റെ കൃത്യനിഷ്ഠ, എന്റെ ജീവിത രീതി, എന്റെ വസ്ത്രധാരണം, ഇതൊക്കെ ആളുകൾക്കൊരു മാതൃകയാണ്. അപ്പോൾ ഞാൻ സമ്പാദിക്കുന്ന പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാൾ കൂടിയാണ് എന്ന് നാട്ടുകാർ അറിയണം. ആളുകൾ പറയണം, മോഹനൻ സാറിന് സമ്പാദ്യശീലം കണ്ട് പഠിക്കണം. 1 രൂപ പോലും അനാവശ്യമായി ചെലവായി കളയില്ല. അതുകൊണ്ട് എന്താ, മോഹനൻ സാറിന്റെ അക്കൗണ്ടിൽ ഒരുപാട് കാശുണ്ട് എന്നും. കഷ്ടം തന്നെ. സമ്പാദ്യശീലം ഉണ്ടെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായി 10 പൈസ പോലും ചെലവാക്കാതെ ജീവിക്കുക. ഇതിനെ സമ്പാദ്യശീലത്തല്ല മോനേട്ടാ പറയേണ്ടത്, ഭ്രാന്തെന്നാണ്. നീ പറയും. കാരണം കിട്ടുന്ന പൈസ മുഴുവൻ എങ്ങനെ ചെലവാക്കണം എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാ നീ. അത് മാത്രമല്ല, നാട്ടുകാർ എന്നെ പറ്റി നല്ലത് പറയുന്ന നിനക്ക് സഹിക്കുകയില്ല. എന്നെ പോലെ ഭർത്താവുള്ള നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ കയ്യിൽ 10 പൈസ എല്ലാം തെണ്ടിക്കൊണ്ട് നടന്നേനെ. കൈ കാശുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ. കാശ് ബാങ്കിലിട്ട് ഉമിനീര് വിഴുങ്ങി ജീവിക്കുന്നതും കയ്യിൽ 10 പൈസ പോലും ഇല്ലാതെ തിണ്ടുന്നതും തമ്മിൽ എന്താണാവോ ഇത്ര വലിയ വ്യത്യാസം? സഹകരണ ബാങ്കിലെ പാസ്ബുക്ക് എടുത്ത് നോക്കുമ്പോ മോഹനയുടെ ചിലപ്പോൾ വയറ് നിറയുമായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റില്ല. എന്റെ ഈശ്വരാ, ഇങ്ങനൊരു പിശുക്കനായ മനുഷ്യനാണല്ലോ നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചത്. നീ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അനാവശ്യമായി പൈസ ചെലവാക്കാൻ മോഹനകൃഷ്ണൻ കിട്ടില്ല. 25,000 രൂപയുണ്ട്. ബാങ്കിലെ ക്ലർക്ക് മീനാക്ഷി 9:45 ആവുമ്പോ ഇവിടെ വരും. ഈ പൈസയും പാസ്ബുക്കും മീനാക്ഷി ഏൽപ്പിക്കണം. അതിന് മീനാക്ഷി വരുന്നത്? എനിക്ക് നേരത്തെ പോണല്ലോ, ഞാൻ പോകുമ്പോ ബാങ്ക് തുറക്കില്ല. അതുകൊണ്ട് മീനാക്ഷി ബാങ്കിലേക്ക് പോകുന്ന വഴി ഇവിടെ വന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോയിക്കോളും. സൂക്ഷിക്കണം. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. രാമൻകുട്ടി, ഞാനൊരു 10 മിനിറ്റിൽ വീട്ടിൽ ഇറങ്ങാം. ഞാൻ ഇന്നലെ രാമൻകുട്ടിയോട് എന്താ പറഞ്ഞത്? കൃത്യം 9:10 ആകുമ്പോ അവിടെ എത്തുന്നല്ലേ? മോഹനകൃഷ്ണൻ ഒരു സമയം പറഞ്ഞാൽ പറഞ്ഞതാ. ആണുകിട മാറും. അതെ, ഇനി ഇത്തരം കാര്യങ്ങൾ പറയാൻ ഇങ്ങോട്ട് വിളിക്കരുത്, മനസ്സിലായല്ലോ? ആരായിരുന്നു മോനേട്ടാ? മോഹനേട്ടനെ കൃത്യനിഷ്ഠയെ പറ്റി വലിയ ബോധമില്ലാത്ത ആരോ ആണല്ലോ. അത് രാമൻകുട്ടിയുടെ വിവരക്കേട്. എല്ലാ ദിവസവും രാമൻകുട്ടിയുടെ കടയുടെ മുന്നിലൂടെ 9:50 ഞാൻ പോകുന്നത് രാമൻകുട്ടി കാണുന്നതുമാണ്. സാറ് കൃത്യസമയത്താണല്ലോ എന്ന് മിക്കവാറും ചോദിക്കാറുണ്ട്. ആ രാമൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ ഇന്ന് രാവിലെ 9:10 ഞാൻ വീട്ടിലേക്ക് ചെല്ലും എന്ന് പറയുമ്പോ അതങ്ങ് വിശ്വസിക്കേണ്ട കാര്യമല്ലേ രാമൻകുട്ടിക്കുള്ളൂ? ഞാൻ 9:10 എത്തോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. അത് ശരി. അപ്പൊ രാമൻകുട്ടിയുടെ സ്ഥലം നോക്കാനാണ് രാവിലെ പോകുന്നത്. മോഹനേട്ടാ, രാമൻകുട്ടി ഏതൊരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചു, അതിനാണ് സ്ഥലം നോക്കാൻ പോകുന്നത് എനിക്കിപ്പോ മനസ്സിലായി.
പക്ഷെ അങ്ങനെ ഒരു അപേക്ഷകന്റെ സ്ഥലം പോയി നോക്കുന്നത് ഈ ജോലിയുടെ ഭാഗം തന്നെ അല്ലേ? അപ്പൊ അവര് 10 മണി കഴിഞ്ഞിട്ട് അതിൽ പോയാ പോരെ? മറ്റ് വില്ലേജ് ഓഫീസർമാർ അങ്ങനെയായിരിക്കും. പക്ഷേ മോഹനകൃഷ്ണൻ അങ്ങനെയല്ല. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ് രാമൻകുട്ടിയുടെ വീട്. അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ പോയാൽ സ്ഥലം അളക്കാനും പറ്റും, എനിക്ക് കൃത്യസമയത്ത് ഓഫീസിലെത്താനും പറ്റും. ഉത്തരവാദിത്വ ബോധമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയാണ്. സർക്കാരിനെയും ജനങ്ങളെയും പറ്റിക്കാനല്ല ഞാൻ ശമ്പളം വാങ്ങുന്നത്. സമ്മതിച്ചെന്നിരിക്കുന്നു മോനട്ടാ. മോഹനേട്ടനാണ് ഈ ലോകത്തിലെ സത്യസന്ധനായി ഒരേ ഒരു ഉദ്യോഗസ്ഥൻ. സത്യമല്ലാത്തൊന്നും മോഹനേട്ടൻ പറയില്ല, ചെയ്യില്ല. മഹാത്മാഗാന്ധി ആദ്യം ജനിച്ചത് പുള്ളിക്കാരന്റെ ഭാഗ്യം. മോഹനേട്ടനായിരുന്നു ആദ്യം ജനിച്ചതെങ്കിൽ മോഹനേട്ടൻ അല്ലായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ് കെ മോഹനകൃഷ്ണൻ. അയ്യോ ഭാമേ, ഇത്തരം പരിഹാസം കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആടിമുടി ഒരു ഗാന്ധിയനാണ്. എന്നെ പോലെ ആകാൻ പറ്റാത്തത് കൊണ്ട് നിന്നെ പോലുള്ളവർ പരിഹസിക്കും. അത് എനിക്ക് പുല്ലാണ്. കഴിക്കാൻ നിലെടുത്തു, എനിക്ക് പോകാൻ നേരമായി. ആ അതെ, ഒരു കാര്യം പറയാൻ മറന്നു. ആ ഉൽപ്പലാക്ഷിയായിട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. മോഹനേട്ടനെ കാണാനാ വന്നത്. രാവിലെ മോഹനേട്ടൻ ഇറങ്ങിന്റെ തൊട്ടു പിന്നാലെ ആളിവിടെ വന്നു. ഇന്നൊന്നാം തീയതിയുള്ളൂ. വാടക കൊടുക്കുന്ന 5-ാം തീയതി അല്ലേ? വാടക വാങ്ങാനൊന്നും വന്നതല്ല, പക്ഷേ വാടകക്കാര്യം പറയാനാണ് വന്നത്. വാടകക്കാര്യം? ഈ മാസം കഴിയുമ്പോ വാടക കാലാവധി കഴിയും. പുതിയ എഗ്രിമെന്റ് എഴുതുന്ന കാര്യം പറയാനാ പുള്ളി വന്നത്. അതിന് ഈ ഒരു മാസം മുഴുവൻ ബാക്കിയില്ലേ? ഇപ്പോഴേ എഗ്രിമെന്റ് എഴുതുന്ന കാര്യം എന്താ? ഈ എഗ്രിമെന്റ് ഒക്കെ പതുക്കെ എഴുതിയാ മതി. പക്ഷെ അടുത്ത മാസം മുതൽ വാടക 1000 രൂപ കൂട്ടണം എന്ന് പറയാനാണ് വന്നത്. 1000 രൂപയോ? ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. ഉൽപ്പലക്ഷ്മി ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ അതുപോലെ തന്നെ ഇത് മോഹനേട്ടനോട് പറഞ്ഞു. ബാക്കിയൊന്നും എനിക്കറിഞ്ഞൂടാ. ആമേ, 1000 രൂപ എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. അതല്ലെന്ന് ആരാ പറഞ്ഞത്? ഒരു മാസം 1000 രൂപ വെച്ച് കൂടുതൽ വാടക കൊടുക്കേണ്ടി വന്നാൽ ഒരു വർഷം 12,000 രൂപയാകുമെന്ന് നിനക്കറിയാമോ? അറിയാം. എന്തിനാണോ നീ പറഞ്ഞത് 1000 രൂപ കൂടുതൽ വാടക കൊടുക്കാമെന്ന്? 1000 രൂപ കൂടുതൽ കൊടുക്കണമെന്ന് പറഞ്ഞത് ഞാനല്ല, ഉൽപ്പലാക്ഷ്മി ചേട്ടനാണ്. വീട് ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് തന്നു. ആ ഒരു വർഷം ഇതൽപ്പം കഴിയാനും ആവുന്നു. പുതിയ എഗ്രിമെന്റ് എഴുതുമ്പോ വാടക കൂടുതൽ ചോദിക്കാന്നൊക്കെ പറയുന്നത് നാട്ടു നടപ്പല്ലേ? ഉൽപ്പലാക്ഷ്മി ചേട്ടൻ ചോദിച്ചത് 1000 രൂപയാണെങ്കിലും 500 കൊടുത്ത് ആ പ്രശ്നം അങ്ങ് തീർന്നോളും. 500 രൂപ വളരെ കൂടുതലാ. നീപ്പോ വാടക കൂട്ടിയാൽ പറ്റുമെന്ന് ഉൽപ്പലാക്ഷ്മി ചേട്ടന് നിർബന്ധമാണെങ്കിൽ ഒരു 50 രൂപ കൊടുക്കുക. 50 രൂപയോ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പലാക്ഷ്മി ചേട്ടൻ പറയും ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ. എന്റെ മോഹനേട്ടാ, ഇങ്ങനെ ബിസിക്കലുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല കേട്ടോ. മറ്റുള്ളവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ വാടക കൂട്ടി കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നാ പിന്നെ നമുക്ക് വേറെ വീട് അന്വേഷിക്കാം. അതേ ഇപ്പൊ നടക്കുള്ളൂ. എല്ലാവരുടെ കറന്നിയാ ഉൽപ്പലാക്ഷ്മി ചേട്ടൻ വാടക കൂട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴേ എന്തെങ്കിലും പറഞ്ഞു ഒഴിയേണ്ടതായിരുന്നു. പക്ഷെ നീ ഒന്നും പറഞ്ഞില്ല. അല്ല, നീ പറയില്ലല്ലോ. കാശ് എങ്ങനെ ധൂർത്തടിക്കാന്നാണല്ലോ നീ ആലോചിക്കുന്നത്. ഇനിയിപ്പൊ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. വാടക കാര്യമല്ല, മോഹനേട്ടൻ ഉൽപ്പലാക്ഷ്മി ചേട്ടനോട് അങ്ങ് തീരുമാനിച്ചാ ചുമ്മാ വന്നു. എന്താണ്? ഉൽപ്പലാക്ഷ്മി ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇല്ല എന്ന് നീ പറഞ്ഞാൽ മതി. അതുകൊണ്ട് എന്താ മോനയുടെ കാര്യം? അങ്ങനെ എത്ര ദിവസം വെച്ച് പറയാൻ പറ്റും? പക്ഷെ എന്നെ കണ്ട ഉൽപ്പലാക്ഷ്മി ചേട്ടൻ വാടക കൂടുതൽ ചോദിക്കില്ലേ? മോഹനേട്ടൻ ഇവിടെ കണ്ടില്ലെങ്കിൽ ഉൽപ്പലാക്ഷ്മി ചേട്ടൻ നേരെ വില്യാഭ്യാസത്തിലേക്ക് വരില്ലേ? അവൻ പിന്നെ എന്ത് ചെയ്യും? എന്റെ മോഹനേട്ട, ഇതിലിങ്ങനെ പിശിക്കാൻ ഒന്നുമില്ല. അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള വാടകയല്ലേ, സാരമില്ല. 500 രൂപ കൂടുതൽ കൊടുക്കാൻ അങ്ങ് സമ്മതിച്ചേക്ക്. നടക്കില്ല. 1 രൂപ പോലും ഞാൻ കൂടുതൽ കൊടുക്കില്ല. ഉൽപ്പലാക്ഷ്മി ചേട്ടനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാൻ പോണം? അതെ, കണ്ടോ, ഞാനും ഉൽപ്പലാക്ഷ്മി ചേട്ടനും കൂടെ സംസാരിക്കുമ്പോ നീ അതിലിടപെട്ട് അലമ്പാക്കരുതാ മതി.
വന്നു. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒന്നിനും നീ എതിര് പറയരുത്. എല്ലാം ശരിയാണെന്ന് സമ്മതിച്ചോളണം. എന്താണ് സാറിന്റെ ഉദ്ദേശം? അത് നീ കണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം സാർ. ഞാൻ ഇന്നലെ രാവിലെ വന്നിരുന്നു. സാർ ഓഫീസിലേക്ക് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളെന്ന് വക്കീൽ പറഞ്ഞു. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാ. ഒന്നും പറയണ്ട ഉൽപ്പലാക്ഷൻ ചേട്ടാ, ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളല്ലേ. സത്യം പറഞ്ഞ ആത്മഹത്യ ചെയ്താലോന്ന് പോലും തോന്നിപ്പോകാറുണ്ട്. ആത്മഹത്യയോ? എന്താ സാറേ പ്രശ്നം? പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഉൽപ്പലാക്ഷൻ ചേട്ടാ. എന്റെ സ്ഥാനത്ത് ഉൽപ്പലാക്ഷൻ ചേട്ടനായിരുന്നെങ്കിൽ പണ്ടേ ഹൃദയം പൊട്ടി മരിച്ചു പോയേനെ. എന്താ സാറേ കാര്യം? ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛനൊരു ലോൺ എടുത്തിരുന്നു. ഞാനത് അറിഞ്ഞിരുന്നില്ല. അച്ഛൻ മരിച്ചതോടെ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങി. കഴിഞ്ഞ മാസം ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് കാര്യം അറിഞ്ഞത്. ഞാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറയുകയാണ്, 3 മാസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ അടയ്ക്കണമെന്ന്. 10 ലക്ഷം രൂപയോ? ഒരു വിധത്തിൽ അവരുടെ കയ്യും കാലും പിടിച്ച് ഞാൻ കുറച്ച് അവധി വാങ്ങി. എന്റെ ശമ്പളത്തിൽ നിന്നും മാസാമാസം പണം തിരിച്ചു പിടിച്ചുകൊള്ളാമെന്ന വ്യവസ്ഥ വെച്ചു. ഇപ്പൊ മാസം 20,000 രൂപ ലോൺ തിരിച്ചടയ്ക്കാൻ വേണം. എനിക്കാകെ കിട്ടുന്നത് 24,000 രൂപയാണ്. ബാക്കിയുള്ള 4,000 രൂപ കൊണ്ട് ഞാനും എന്റെ ഭാമയും എങ്ങനെ ജീവിക്കും ഉൽപ്പലാക്ഷൻ ചേട്ടാ? ഭാമയ്ക്കാണെങ്കിൽ ഇപ്പൊ പഴയതുപോലെ കേസൊന്നുമില്ല. പിന്നെ എന്റെ അമ്മയ്ക്കും ഭാമയുടെ അമ്മയ്ക്കും വയസ്സായി വരികയല്ലേ. മാസാമാസം മരുന്നിന് നല്ലൊരു തുക വേണം. അതൊക്കെ ഞാൻ എവിടെ നിന്നുണ്ടാക്കും? ഓണത്തിന് ഞങ്ങൾ നാട്ടിൽ പോകരുത് തന്നെ ഇതുകൊണ്ടാ. പോയാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ? അതിനുള്ള പൈസ എവിടെ ഇരിക്കുന്നു? സത്യത്തിൽ ഇവരുടെ ഒരു മാല പണയം വെച്ചിട്ടാണ് ഞാൻ ഓണത്തിനുള്ള വീട്ടു സാധനങ്ങൾ വാങ്ങിയത്. വേറെ പൈസ ഇല്ലല്ലോ. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റും? ആളുകൾ നോക്കുമ്പോ മോഹനേഷൻ വലിയ വലിയ ഓഫീസറല്ലേ, കയ്യിലിഷ്ടം പോലെ കാശും. സത്യം എന്താണെന്ന് എനിക്കും എന്റെ ഭാമയ്ക്കും അല്ലേ അറിയൂ. ഞാനിങ്ങനെ സത്യസന്ധനായി ജീവിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഗതികേട് വന്നത്. ഞാൻ കൈക്കൂലി വാങ്ങുകയും ആളുകളെ പറ്റിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരില്ലേ. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കെ മോഹനകൃഷ്ണൻ സത്യം വിട്ടൊന്നും ചെയ്യില്ല. ഇത് സത്യം. ചിലപ്പോ കടം കയറി നശിച്ചു കഴിയുമ്പോ ഞാനും എന്റെ ഭാമയും ആത്മഹത്യ ചെയ്യുമായിരിക്കും. എന്നാലും അഴിമതി നടത്താനും കൈക്കൂലി വാങ്ങാനും കെ മോഹനകൃഷ്ണനെ കിട്ടില്ല സാറേ, കിട്ടില്ല. അല്ല, ഉൽപ്പലാക്ഷൻ ചേട്ടൻ വന്നത് എന്തിനാണ്? അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. സാറിനെ കണ്ടിട്ട് കുറച്ചുനാൾ ആയല്ലോ എന്ന് കരുതി വന്നതാ. ഓണത്തിന് ഇതുവഴി വരാൻ പറ്റിയില്ല. വന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്റെ ഗതികേട് ഞാൻ പറഞ്ഞത് കൊണ്ട് ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ വാടകയുടെ കാര്യത്തിൽ പേടിക്കണ്ട. കൃത്യം 5-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാനത് തന്നിരിക്കും. എന്റെ ഭാമയുടെ ഒരു വള കൂടി പണയം വെക്കേണ്ടി വന്നേക്കാം. അല്ലതും ചെയ്യണ എന്നോട് ക്ഷമിക്കും. അല്ല, ഇങ്ങനെ വലിയ പ്രശ്നമുള്ള കാര്യം പറയാതിരുന്ന എന്താ? അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴി വരില്ലായിരുന്നു. ഇത്രയും വലിയ പ്രശ്നമുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മോഹനേട്ടൻ അങ്ങനെയാ, ഒന്നും പറയില്ല, എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കും. എന്നാ ഞാൻ ഇറങ്ങുക. വാടക തരാൻ ധൃതി കൂട്ടിയൊന്നും വേണ്ടത് മോഹനേഷ് സാറിനോട് പറഞ്ഞേക്കണം. അതിനായി സത്യഭാമയുടെ വളയൊന്നും പണയം വെക്കണ്ട. ഈ മാസം വാടക തരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം തന്നാ മതി. തീർന്നില്ലേ പ്രശ്നം?
അല്ല, വാടക എന്തായാലും 5-ാം തീയതി തന്നെ തരും. നമ്മളൊക്കെ മനുഷ്യരല്ലേ സത്യഭാമേ? മറ്റുള്ളവരുടെ പ്രയാസം മനസ്സിലാക്കാതെ കാശിന് കണക്ക് പറയുന്നത് ശരിയാണോ? അപ്പൊ ശരി. ശരി. എന്ത് പറഞ്ഞു? ഇനി എന്ത് പറയാ? അത്രയ്ക്ക് മുടിഞ്ഞ അഭിനയല്ലായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം മുതൽ ഇവിടുത്തെ ചെലവിനുള്ള കാശ് ഉൽപ്പന്നാശേട്ടൻ ഇങ്ങോട്ട് തരുമെന്നുള്ള കാര്യം ഞാൻ സംശയിച്ചു പോയി. മോഹനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ മോഹനേട്ട വേറൊന്നും വിചാരിക്കരുത്. ഈ വില്ലേജ് ഓഫീസിലെ ജോലി രാജിവെച്ച് മോഹനേട്ട സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം കൊണ്ട് മോഹനേട്ടൻ സൂപ്പർ സ്റ്റാർ ആവും. അത്രയ്ക്കും ഗംഭീര പ്രകടനമല്ലായിരുന്നു മോഹനേട്ട നടത്തിയത്. എനിക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള സകല വിദ്യകളും എനിക്കറിയാം. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്നും ഞാനായിരുന്നു മികച്ച നടൻ. അന്ന് പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഓനേഷ എത്ര ഭംഗിയായിട്ടാ നീ അഭിനയിക്കുന്നത് എന്ന്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മോഹനേട്ടൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലായിരുന്നു, മോഹനേട്ടനാണ് ഈ നാട്ടുകാർക്ക് മുഴുവൻ ഒരു മാതൃക, എല്ലാവരും മോഹനേട്ടനെ കണ്ട് പഠിക്കണമെന്ന് മോഹനേട്ടൻ പറഞ്ഞു. മോഹനേട്ടൻ അടിമുടി ഗാന്ധിയനാണ് എന്നും പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. ഗാന്ധിയനായ ഒരാൾ ഈ നട്ടക്കുറുക്കാത്ത കള്ളം പറയുന്നത് ശരിയാണോ? ഗാന്ധി ജീവിതത്തിൽ അവസാനമായി കള്ളം പറഞ്ഞത് കൊച്ചുകുട്ടിയായിരുന്നപ്പോഴാ. അതിനുശേഷം സത്യമല്ലാതെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മോഹനേട്ടന് ഇപ്പൊ ഉൽപ്പലാഷ് ചേട്ടനോട് പറഞ്ഞത് എന്തൊക്കെയാണ്? അല്ല, അതിപ്പോ ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ചില കള്ളങ്ങളൊക്കെ പറയാം. അങ്ങനെ ഒരു കള്ളം പറയുന്നത് ആർക്കും ദോഷമൊന്നും വരുന്നില്ലല്ലോ. ദോഷമുണ്ടല്ലോ. ഉൽപ്പലാഷൻ ചേട്ടന് ന്യായമായി കിട്ടേണ്ട വാടക ആ കള്ളം പറച്ചില് കാരണം ഇല്ലാതായില്ലേ മോനേട്ടാ? 1000 രൂപ എന്നുള്ള കാര്യം വിട്. ഒരു 500 രൂപ കൂടുതൽ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ 1 വർഷം കൊണ്ട് ഉൽപ്പലാഷ് ചേട്ടന് കിട്ടേണ്ട 6000 രൂപയല്ലേ ഇല്ലാതായി പോയത്? അല്ല, എനിക്ക് മനസ്സിലാകത്തോളിക്ക. നീ ഉൽപ്പലാഷ് ചേട്ടൻ വെച്ചോ എന്റെ വെച്ചോ, എനിക്കും നിനക്കും വേണ്ടി മാസം 500 രൂപയെങ്കിലും ലാഭിക്കുന്ന എഴുതിയപ്പോ എന്നെ അഭിനന്ദിക്കുന്നതിന് പകരം കളിയാക്കുന്നു. ഞാൻ കളിയാക്കിയതല്ലല്ലോ മോഹനേട്ട, കാര്യം പറഞ്ഞതല്ലേ. 5 മിനിറ്റ് മുന്നേ മോഹനേട്ട പറഞ്ഞു സത്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്ന്. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ മോഹനേട്ടൻ എന്റെ മുന്നിൽ വെച്ച് ഉൽപ്പലാഷ് ചേട്ടനോട് പച്ചകള്ളം പറഞ്ഞു. പോന്തിന് പോലും ഇത്ര വേഗത്തിൽ മാറാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ സഹിച്ചു. നീ എനിക്ക് കൈ വല്ല എടുക്കുന്നുണ്ടോ? എനിക്ക് കൃത്യം 9:10 രാമൻകുട്ടി ഇവിടെ പോണം. എന്തിന് 10 മിനിറ്റ് വൈകിയാൽ എന്തെങ്കിലും ഒരു കള്ളം അങ്ങ് പറഞ്ഞാ പോരെ? ഇപ്പൊ അഭിനയിച്ചതുപോലെ ഒരു ഉഗ്ര അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ രാമൻകുട്ടി വീഴും. രാമൻകുട്ടി, ഞാൻ നടന്നു വരുന്ന വഴി ഒരു സിംഹം എന്റെ മുന്നിലേക്ക് ചാടി വീണു. പിന്നെ പൊരിഞ്ഞ് യുദ്ധം നടത്തി സിംഹത്തെ കൊന്നിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമൻകുട്ടിയും വിശ്വസിക്കും. പറയുന്നത് എന്റെ മോഹനേട്ടനല്ലേ, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഉൽപ്പലാഷ് തിരിച്ചു വന്നായിരിക്കോ? മോഹനേട്ടൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവോ? അതങ്ങനെയാണ് ചെന്ന് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഞാൻ പോണോ മോഹനേട്ടൻ പോകുന്നു? ഞാൻ പോയിക്കോളാം. നീ പോയാ എല്ലാം കൊളാക്കും. എന്റെ പൊന്നോ, എന്റെ മീനാക്ഷിയായിരുന്നു. ആമേ, ആ പൈസ എടുക്ക. മീനാക്ഷി വന്നിട്ടുണ്ട്. മീനാക്ഷി എന്താ നേരത്തെ? 9 മണി പോലും ആയില്ലല്ലോ. പോകുന്ന വഴിക്ക് വേറെ 1-2 സ്ഥലത്തുകൂടി കയറാനുണ്ട് സാർ. ഇപ്പൊ സ്ഥിരം ആൾക്കാരൊന്നും ബാങ്കിലേക്ക് വരാറില്ല. ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വീടുകളിൽ പോയി പൈസ വാങ്ങാറാണ് പതിവ്. ഞാൻ സഹകരണ ബാങ്കിൽ പൈസ ഇടുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്റെ ഭാര്യ സത്യഭാമയ്ക്ക് ഒരു ഇഷ്ടം. എന്തിനാ മോഹനേട്ടാ ഇങ്ങനെ പൈസ സമ്പാദിക്കുന്നത്? സഹകരണ ബാങ്കുകാർക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കാനില്ലല്ലോ, ഉണ്ടാകുമ്പോൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ പോരെ എന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷേ എന്നെ പോലുള്ളവർ പൈസ ഇട്ടില്ലെങ്കിൽ വേറെ ആര് പൈസ ഇടാനാണ്? ബാങ്ക് നിങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോണല്ലോ. അതെ സാർ, സാറിനെ പോലുള്ളവര് കൃത്യമായി പൈസ ഇടുന്നതാ ഞങ്ങളുടെ ഒരു ഭാഗ്യം. സെക്രട്ടറി അരവിന്ദൻ സാർ ഇന്നലെയും പറഞ്ഞു സാറിന്റെ കാര്യം. മീനാക്ഷി ഇപ്പൊ വീട് തോറുമ്പോ ഡെപ്പോസിറ്റ് വാങ്ങാണോ? സാറിന് ബാങ്കിലേക്ക് വരാൻ സമയമില്ലെന്ന് പറഞ്ഞോണ്ടാ. ആവശ്യക്കാര് ഞങ്ങളല്ലേ.
ഇങ്ങനെയൊക്കെയുള്ള ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാ ബാങ്ക് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഒന്നത് ഇത് 25,000 രൂപയുണ്ട്. 3 മാസം കഴിഞ്ഞാൽ ഒരു 25,000 രൂപ കൂടി ഞാൻ തരുന്നുണ്ട് എന്ന് സെക്രട്ടറി അരവിന്ദൻ സാറിന് പറഞ്ഞേക്കും. പറയാം. ഇതിന്റെ രസീത് ഞാൻ ഗോപിക്കുട്ടന്റെ കയ്യിൽ കൊടുത്തേക്കാം. വില്ലേജ് ഓഫീസിലേക്ക് കൊടുത്തുവിടണോ അതോ ഇങ്ങോട്ട് കൊടുത്തുവിടണോ? അത് ഗോപിക്കുട്ടന്റെ സൗകര്യം പോലെ ചെയ്യാൻ പറഞ്ഞാൽ മതി. പക്ഷേ രസീത് ഇന്ന് തന്നെ കിട്ടിയിരിക്കണം. ഉൽപ്രാഷൻ ചേട്ടൻ പോയില്ലായിരുന്നു? പോയി. പക്ഷെ വഴി വെച്ച് മീനാക്ഷിയെ കണ്ടപ്പോ കാര്യം മനസ്സിലായി. അപ്പൊ മീനാക്ഷിയുടെ കൂടെ ഞാനും ഇനി പോന്നു. അപ്പോ ഞാൻ പൊക്കോട്ടെ സാറേ. ഞാൻ പോണം. ആ പൈസ എന്തിനുള്ളതോ സാറേ? ലോൺ തിരിച്ചടയ്ക്കാനുള്ളതോ അതോ വക്കീലിന്റെ മാല തിരിച്ചെടുക്കാനുള്ളതോ? അത് പിന്നെ സാർ ആള് കൊള്ളാമല്ലോ. എന്തൊക്കെ എന്നോട് പറഞ്ഞത്. ഞാൻ അതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്തു. ഇത്ര ഭയങ്കരനാ സാറെന്ന് ഞാൻ കരുതിയില്ല. സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വിശ്വസിപ്പിക്കുന്നത് ഞാൻ കരുതിയതേയില്ല. എന്റെ മോഹനയുടെ ഒരു സംഭവം തന്നെയാണ്. പന്തയം ഞാൻ തോറ്റു സമ്മതിച്ചിരിക്കുന്നു. ഉൽപ്ലാഷൻ ചേട്ടാ, ഞാനും മോഹനേട്ടൻ തമ്മിൽ രാവിലെ ഒരു ചെറിയ തർക്കം ഉണ്ടായി. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ മോഹനേട്ടന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് മോഹനേട്ടൻ. അത് പച്ചക്കള്ളമാണെന്ന് ഞാൻ പറഞ്ഞു. മോഹനേട്ടൻ അഭിനയിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ പറഞ്ഞു ഞാൻ നിനക്ക് തെളിയിച്ചു കാണിച്ചു തരാന്ന്. ഞാനും മോഹനേട്ടൻ തമ്മിൽ 1000 രൂപയ്ക്ക് പന്തയം വെച്ചു. അപ്പോഴല്ലേ ഉൽപ്ലാഷൻ ചേട്ടൻ വന്നത്. എന്നോട് പറഞ്ഞു ഉൽപ്ലാഷൻ ചേട്ടനെ മുന്നിൽ വെച്ച് അഭിനയിച്ച് ഉൽപ്ലാഷൻ ചേട്ടനെ വിശ്വസിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാന്ന്. ആ അഭിനയമല്ലേ ഉൽപ്ലാഷൻ ചേട്ടൻ കണ്ടത്. വാടക കൂട്ടി ചോദിക്കാൻ വരുന്ന ഉൽപ്ലാഷൻ ചേട്ടൻ അത് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാന്ന് മോഹനേട്ടനോട് പറഞ്ഞു. അത് മോഹനോട് സാധിച്ചില്ലേ? അത് ശരി, അഭിനയമായിരുന്നു അല്ലേ? ഞാൻ കരുതി വാടക കൂട്ടി തരാതിരിക്കാൻ സാറ് കള്ളം പറഞ്ഞാന്ന്. മോഹനേട്ടൻ കള്ളം പറയാനോ? അങ്ങനെയാണ് ഉൽപ്പലാഷയുടെ മോഹനേട്ടനെ പറ്റി കരുതിയേക്കുന്നത്? തല പോലെ എന്റെ മോഹനേട്ടൻ കള്ളം പറയില്ല. അത് മാത്രമല്ല, അടുത്ത മാസം 500 രൂപ വാടക കൂട്ടി തരാമെന്ന് മോഹനേട്ടൻ നേരത്തെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ രാവിലെ അക്കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ മോനേട്ടാ? 1000 രൂപയാ ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാലും സാർ 500 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ എഗ്രിമെന്റ് എഴുതിട്ട് ഇനി കൊണ്ടുവരാം. ശരി. ലോകത്തിലെ ഏറ്റവും വലിയ നടൻ അഭിനയം മറന്നുപോയോ? മോഹനേട്ടൻ ആവശ്യമുള്ള വിദ്യകളൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അഭിനയം അങ്ങ് മറന്നുപോയോ? ഞാനുള്ളതുകൊണ്ട് മാനം പോകാൻ രക്ഷപ്പെട്ടു. നീ എന്നേക്കാൾ വലിയ നടിയാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇത്ര പെട്ടെന്ന് ആ ബുദ്ധി എങ്ങനെ തോന്നി? അതല്ലേ സത്യഭാമ, ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായോ? പക്ഷേ ഈ 500 രൂപ കൂടുതൽ കൊടുക്കാന്ന് പറഞ്ഞു വേണ്ടായിരുന്നു. 500 രൂപ പറഞ്ഞ മാനം പോയിട്ട് പിന്നെ കാശുണ്ടായിട്ട് വല്ല കാര്യമുണ്ട് മോനട്ടാ? 500 രൂപ അങ്ങ് പോട്ടെ. നീ എനിക്കൊരു 1000 രൂപ തരാനുണ്ട്. 1000 രൂപ? പന്തയത്തില് നീ തോറ്റെന്ന് നീ സമ്മതിച്ചല്ലോ. 1000 രൂപയുടെ ഉൽപ്പലാഷൻ ചേട്ടൻ സാക്ഷിയാണ്. 1000 ഇപ്പൊ വേണോ അതോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയോ? ഇവരിൽ ആരാണ് മികച്ച അഭിനേതാവ് എന്ന തർക്കം തുടരുന്നതിൽ കാര്യമില്ല. രണ്ടുപേരും മോശമല്ല എന്ന കാര്യം തീരുമാനമായ സ്ഥിതിക്ക് ഈ കഥ ഇവിടെ തീർത്ത് ഇന്നത്തേക്ക് വിടാം. വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും ജീവിതത്തിലെ പുതിയ അഭിനയ മുഹൂർത്തങ്ങളുമായി കാര്യം നിസാരം